ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷം എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു 2:30 ആയി വീട്ടിലെത്തിയപ്പോൾ. അപ്പം ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഒരു 4 മണിയുടെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ഒരു 6 o'clock അല്ലെങ്കിൽ ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ജിമ്മിൽ പോകും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എടുത്തൊരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ദുബായിൽ വിൻ്റർ ആയതുകൊണ്ട് ഈ ക്ലോത്ത്സ് ഒക്കെ ഉണങ്ങാനിട്ടാലും ഒരു 2-3 days ഒക്കെ എടുക്കും ഒന്ന് നന്നായി ഉണങ്ങി വരാൻ. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു 2 ദിവസം മുമ്പ് ഇട്ട ക്ലോത്ത്സ് ആണ്. അപ്പോൾ ഇന്നാണ് ഒന്ന് നന്നായി ഉണങ്ങി കിട്ടിയത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി ഒന്ന് മടക്കി വെക്കണം. ഹോം ഡെക്കോർ ബൈ ഹിബ എന്ന് പറഞ്ഞ് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ഹോം ടൂർ അല്ലെങ്കിൽ കിച്ചൺ ടൂറൊക്കെ കാണിക്കാൻ. അപ്പോൾ ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എനിക്ക് ചെറുതായിട്ട് കുക്കിംഗ് ഉണ്ടായിരുന്നു. കുക്കിംഗ് എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ചപ്പാത്തി പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഉള്ളത് കറി ഓൾറെഡി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സലാഡാണ് കഴിക്കുന്നത്. അപ്പം സലാഡ് ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടയർഡായിരിക്കും. അപ്പം പിന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് കാണത്തില്ല. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് ജസ്റ്റ് അത് കഴിച്ചാൽ മതി. അപ്പോൾ സലാഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചായ കുടിച്ചാലോ. ഇത് കാസ്റ്റ് അയണിൻ്റെ ടീപോട്ടാണ് കേട്ടോ. ഇതിനകത്ത് ചായ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ്. ഇത് ഞാൻ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡ്രാഗൺ മാർട്ടിൽ മാത്രമല്ല കുറേ വേറെ ഷോപ്സിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഡ്രാഗൺ മാർട്ടിൽ മൻഫോ എന്നും പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. അതിൽ ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് അവർക്കുണ്ട്. ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ 75 dirhams ഉണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ കുറേ സൈസസിലും ഷേപ്സിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ മൻഫോ എന്നുള്ള ഷോപ്പ് ഡ്രാഗൺ മാർട്ടിലും അതുപോലെ തന്നെ ചൈന സെൻറ്ററിലും അജ്മാനിലുള്ള ചൈന സെൻറ്ററിലും ഉണ്ട്. അപ്പം ആരെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ ഈ കാസ്റ്റ് അയണിൻ്റെ പോട്ട്, അതുപോലെ തന്നെ അവർക്ക് കുറേ കട്ടിംഗ് ബോർഡ്സ്, അതും നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡെഫിനറ്റായിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് സാലഡ് അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആളോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ മറ്റേ ഫത്തൂഷ് സാലഡ് എന്നും പറഞ്ഞ ഒരു അറബിക് സാലഡ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ വെച്ചേക്കുന്ന കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് ഉണ്ട്. അത് ഞാൻ റീസെൻ്റായിട്ട് ബൈ ചെയ്തതാണ്. അപ്പം ഇതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സാണ്. അതും നല്ല പ്രൈസ് കുറവായിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഈ വലുതിന് 20 dirhams ബാക്കിയുള്ളതിനൊക്കെ 8 dirhams 10 dirhams ഒക്കെ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗിഫ്റ്റ് മാർക്കറ്റിൽ, ഈ ഷാർജയിലുള്ള ഗിഫ്റ്റ് മാർക്കറ്റിൽ പോകുന്നത്. പക്ഷേ ഞാൻ കുറേ ഗിഫ്റ്റ് മാർക്കറ്റിലും ഇതുപോലെ 1 to 10 1 to 20 ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര ഹ്യൂജ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സാധനങ്ങളാണ്. പ്ലേറ്റ്സും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ ഈ കപ്പ് ഞാൻ തെമൂന്ന് വാങ്ങിച്ചത്. ഭയങ്കര ഭംഗിയുള്ള നല്ലൊരു കപ്പാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു 30 dirhams 25 dirhams ആണ്ടാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നമുക്കിനി സാലഡ് ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് കുക്കുംബറും പിന്നെ ബെൽ പെപ്പറും റാഡിഷും പിന്നെ ലെറ്റീസും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കുബൂസ് ഫ്രൈ ചെയ്തിടത്തില്ലേ, നമ്മൾ കുറേ അറബിക് റെസ്റ്റോറൻറ്റിൽ പോകുമ്പം കിട്ടുന്നതാണ് ഈ ഫത്തൂസ് സാലഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാലഡാണ്. അല്ലാതെ എനിക്ക് ജസ്റ്റ് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നാരങ്ങയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഡിഫറെൻ്റായിട്ട് എപ്പോഴും ട്രൈ ചെയ്ത് നോക്കും. ഒന്നെങ്കിലും ജസ്റ്റ് ചിക്കനൊക്കെ ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതുപോലെ ഫത്തൂസ് സാലഡ് ചെയ്യും, ഇല്ലെങ്കിൽ മറ്റേ ഫെറ്റ ചീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പം കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും, മടുക്കത്തുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ഒരു ബൗളിലും അതുപോലെ ഇതിൻ്റെ ഡ്രസ്സിങ്ങും വേറെ ഒരു ബൗളിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകും. പിന്നെ വന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതിന് വേണ്ടതെന്ന് പറയുമ്പോൾ ഒലിവ് ഓയിൽ വേണം, ഒരു 1 tablespoon ഒരു 2 tablespoon ഒക്കെ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് പോംഗ്രനേറ്റ് മൊലാസസ് എന്നും പറഞ്ഞ് ഇങ്ങനൊരു കുപ്പിയിൽ നിങ്ങൾക്ക് കിട്ടും. മെയിൻലി കാരിഫോറിൽ ചെന്നാൽ കിട്ടും, എനിക്ക് അറിഞ്ഞൂടാ ലുലുവിൽ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഈ സുമക്കെന്നും പറഞ്ഞ് അതും കാരിഫോറിൽ കിട്ടും. അപ്പം ഇത് 3 എണ്ണമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ കഴിക്കേണ്ട സമയത്ത് ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഈ സാലഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രസ്സിങ്ങും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട്
കുബൂസ് ഫ്രൈ ചെയ്ത് ഇതിന് മുകളിലിട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ കുക്കിംഗ് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഈ താഴെ വിരിച്ചേക്കുന്ന സുപ്രയെന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഞാൻ വിരിക്കാറുണ്ട്. കാരണം എപ്പോഴും അതാകുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ആവത്തുമില്ല, ജസ്റ്റ് ഇത് എടുത്ത് മടക്കി അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പം ജിമ്മിൽ പോകാൻ സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.